ഹായ് ഹലോ. അപ്പോൾ ടെക് ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിന് ശേഷം ഒരു വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു ക്ലിയർ ആവുമെന്ന് തോന്നുന്നു. എൻ്റെ കണ്ണിൻ്റെ അവസ്ഥ, കണ്ണീക്കേട് എന്നൊക്കെ പറയും, കണ്ണിന് ചൂട്, അങ്ങനെ ഒരു വൈറൽ അസുഖമാണ്. അത് കിട്ടി. അങ്ങനെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഒരു ദുരന്താവസ്ഥയിലായിരുന്നു. കുറവുണ്ട്, നല്ലപോലെ കുറവുണ്ട്. വീട്ടിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. മക്കൾക്ക് വന്നിട്ടില്ല, ബാക്കി വൈഫിനും അമ്മയ്ക്കും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എനിവേ, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പം നാളെ ക്രിസ്മസ് ആണ്. എല്ലാവർക്കും മെരി ക്രിസ്മസ്. അപ്പോൾ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ന്യൂസിലോട്ട് കിടക്കാം. ഓക്കെ, ആദ്യം തന്നെ പറയാനുള്ളത് ഒരു കിഡിലൻ ഫോണിനെ കുറിച്ചാണ്. അതായത് ഐക്യൂവിൻ്റെ നിയോ 7 Pro എന്ന് പറയുന്ന ഒരു ഫോൺ ഉണ്ടാക്കിയ ഓളം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ അടുത്ത ജനറേഷൻ വരികയാണ് ഐക്യു നിയോ 9 എന്ന് പറയുന്നത്. 10-ന് എന്ത് പറ്റി, 8-ന് എന്ത് പറ്റിയെന്നുള്ളത് അറിയില്ല. ആ ഒരു 8-നെ കുറിച്ച് ഒരിക്കലും പറഞ്ഞു കേട്ടില്ല. നേരെ 9-ലോട്ടാണ്. 9-ഉം ഐക്യു നിയോ 9 Pro ഇങ്ങനെ രണ്ട് വേരിയൻ്റ് ആണ് വരുന്നത്. അതിൻ്റെ ആ ഒരു റെഡ് കളറുണ്ട്. റെഡും ഈ ഒരു കോമ്പിനേഷൻ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാണ്ടല്ലോ. നല്ല രസമുണ്ട് കാണാനായിട്ട്, അടിപൊളി. ഒരെണ്ണം എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 40,000-ന് മുകളിലേക്ക് പോകുമോ എന്നൊരു റൂമർ വരുന്നുണ്ട്. എനിവേ, ഈ ഒരു ഫോണിലോട്ട് വരുമ്പോൾ ഐക്യു നിയോ 9-ൽ വരുന്നത് ഡിമെൻസിറ്റി 9300 എന്ന് പറയുന്ന പ്രൊസസ്സർ ആയിരിക്കും. നിയോ 9 Pro പ്ലസിലോട്ട് വരുമ്പോൾ 8 Gen 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഈ പറയുന്ന പ്രൈസൊക്കെയാണ്. എന്താവും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ജനുവരിയിലാണ്. ഇനി ഇന്ത്യക്കാർക്ക് വലിയ ഉപകാരമില്ലാത്തൊരു ന്യൂസാണ്. ഇനി വരുന്ന സോണി എക്സ്പീരിയ പ്രോ മോഡലുകളിൽ ഒരു റൊട്ടേറ്റിംഗ് ക്യാമറ റിംഗ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് സോണിയുടെ ക്യാമറയിലൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് ആ ഒരു റിംഗ് ഉപയോഗിച്ചുകൊണ്ട് സൂം, ഫോക്കസ് പോലുള്ള കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു അടുത്തൊരു ലെവലിലോട്ട് സോണി അവരുടെ ക്യാമറനെ കൊണ്ടുപോവുകയാണ്. എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇന്ത്യക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ ഇറങ്ങുന്ന എക്സ്പീരിയ മോഡലുകളൊന്നും ഇന്ത്യയിലൊന്നും വരാറില്ല. മെയിൻലി ജപ്പാൻ മാർക്കറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർ വരുന്നത്. എന്തായാലും നല്ലൊരു പുതിയൊരു ഇന്നോവേഷൻ സോണിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓപ്പോ ഫൈൻഡ് X7 എന്ന് പറയുന്ന ഫോണിന്റെ ലീക്ക്ഡ് ഇമേജസ് ആണ് ഈ കാണുന്നത്. ഇതിന് മുന്നേ വേറെ കുറേ ഫോട്ടോസൊക്കെ കാണിച്ചിരുന്നു. ഇപ്പോൾ പുതിയൊരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ പ്രകാരം ലെതർ ബാക്ക്, അതേപോലെ തന്നെ ആ ഒരു റൗണ്ട് ക്യാമറ റിംഗ് ഒക്കെയാണ് വരുന്നത് എന്ന് പറയുന്നത്. അടുത്ത മാസം ജനുവരി 1 തന്നെ ചൈനയിൽ ലോഞ്ചിങ് ഉണ്ടാവും. ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ട് പറയുന്നത് സോണിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് 1 ഇഞ്ച് സെൻസറായ LYT900 എന്ന് പറയുന്ന സെൻസർ വെച്ചിട്ടാണ് ഇതിന്റെ ക്യാമറ മൊഡ്യൂൾ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കിഡിലൻ ഫോട്ടോസ് തന്നെയായിരിക്കും ഈ ഒരു ഓപ്പോ ഫൈൻഡ് X7 സീരീസിൽ നിന്ന് കിട്ടാനായിട്ട് പോകുന്നത്. ഇനി ഇതും ഇന്ത്യക്കാർക്ക് വലിയ ഉപകാരമില്ലാത്തൊരു ന്യൂസാണ്. ഡിസംബർ 26 ഹുവായ് നോവ 12 സീരീസ് ഫോണുകൾ വരുന്നുണ്ട്. അതിൻ്റെ ലീക്ക്ഡ് ഇമേജസും ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫോണിൻ്റെ ആ ഒരു ബാക്ക് ഡിസൈൻ കാണാനായിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട്. ആ ഒരു എഴുത്തോട് കൂടിയിട്ടുള്ള വേറൊരു നമ്മളിതുവരെ കാണാത്തൊരു ഡിസൈൻ ആയിട്ടുണ്ട്. എനിവേ, നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ കിട്ടാനായിട്ട് പോകുന്നില്ല. ഇവിടെ ഇന്ത്യയിൽ എന്തായാലും ഹുവായുടെ ഫോണുകൾ ഇനി കുറച്ചുകൂടി സമയം എടുക്കും വരാനായിട്ട്. ഇനി ഷവോമിയുടെ HyperOS-ന്റെ അപ്ഡേഷൻ ആ ഒരു ട്രാക്ക് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. Q1-ൽ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ മാസങ്ങളിലായിട്ട് ഈ കാണുന്ന ഫോണുകൾക്കാണ് ഇതിന്റെ അപ്ഡേഷൻ ഗ്ലോബലി കിട്ടാനായിട്ട് പോകുന്നത്. സോ ഇന്ത്യയിലും നിങ്ങൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ആ ഒരു അപ്ഡേഷൻ കിട്ടും. ചാടിക്കേറി ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം ബോർഡ് പോവോ, ഡിസ്പ്ലേ പോവോ, അതോ നിന്ന നിപ്പിൽ കത്തുവോ എന്നുള്ളത് കണ്ടറിയാൻ വേണ്ടി വരും. ഒന്ന് വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം. എനിവേ, ഈ ഒരു ഫോണുകൾക്കാണ് ആദ്യം കിട്ടാനായിട്ട് പോകുന്നു. സാംസങ് ഗാലക്സി S24 നോർമൽ S24 അവൈലബിൾ ആവാൻ പോകുന്ന കളേഴ്സ് ഇതാണ് എന്നാണ് ഇപ്പോഴത്തേക്കുള്ള ലീക്കുകൾ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് എന്തായാലും ഈ കളേഴ്സ് ഇഷ്ടപ്പെട്ടില്ല. കുറച്ചും കൂടി നല്ല വെറൈറ്റി കളേഴ്സൊക്കെ സാംസങ് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് വിചാരിക്കാം. അതുകൂടാതെ ഈ ഒരു ഓവറോൾ മൊത്തത്തിൽ S24 സീരീസിൽ ക്യാമറയുടെ കാര്യത്തിൽ അതിഗംഭീര ചേഞ്ചുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് ആപ്പിൾ കൊണ്ടുവന്ന പോലെ 12 മെഗാ പിക്സലിന്റെ റെസൊല്യൂഷൻ മാറ്റിയിട്ട് ഡിഫോൾട്ടായിട്ട് നമുക്ക് 24 മെഗാ പിക്സലിൽ 24 മെഗാ പിക്സലിൽ ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫി ഒരുപാട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ AI ഒപ്റ്റിമൈസ്ഡ് 200 മെഗാ പിക്സൽ ഫോട്ടോസും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. സോ കുറെ കൂടി ഡെപ്ത് ഉള്ള, ക്ലിയർ ആയിട്ടുള്ള, കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ്, ഓൾറെഡി നല്ല ഫോട്ടോസാണ് S23 സീരീസിൽ കിട്ടുന്നത്. അപ്പോൾ അതിനേക്കാളും വേറൊരു ലെവലിലായിരിക്കും ക്യാമറ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എനിവേ,
കാത്തിരുന്ന് കാണാം. ഇനി ആപ്പിൾ ഫാൻസിന് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. മാസിമോ എന്ന് പറയുന്ന കമ്പനി അവരുടെ വാച്ച് സീരീസുകൾക്ക്, അതായത് വാച്ച് 9ഉം വാച്ച് അൾട്ര 2നും US അമേരിക്കയിൽ അവരൊരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ആ വാച്ചുകൾ ബാൻ ചെയ്തിരിക്കുകയാണ്. അവരുടെ ടെക്നോളജിയാണ് SpO2, അതായത് ബ്ലഡ് ഓക്സിജൻ മെഷർ ചെയ്യാനുള്ള ടെക്നോളജി. ഈ മാസിമോ എന്ന് പറയുന്ന കമ്പനിയുടെ പാറ്റന്റ് കോപ്പി അടിച്ചിട്ടാണ്, അവരുടെ പെർമിഷൻ ഇല്ലാതെയാണ് ഇവർ യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഈ മാസിമോ എന്ന് പറയുന്ന കമ്പനി കേസ് ഫയൽ ചെയ്തു. അതോടുകൂടിയിട്ട് US ഒഫീഷ്യലായിട്ട് ആപ്പിളിന് 9 സീരീസും അതേപോലെ തന്നെ അൾട്ര 2ഉം സെയിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതൊക്കെ പെട്ടെന്ന് തീരുമായിരിക്കും. ആപ്പിൾ അല്ലേ, അതൊക്കെ പൈസ കൊടുത്ത് ഒതുക്കും. എനിവേ, ഇങ്ങനെ ഒരു പ്രശ്നം ആപ്പിൾ ഇപ്പൊ നിലവിൽ US ഫേസ് ചെയ്യുന്നുണ്ട്. സാംസങ് ഗാലക്സി F54ഉം അതേപോലെ തന്നെ M53ഉം ഈ രണ്ട് ഫോണുകൾക്കും അവരുടെ 14 ബേസ്ഡ് 1 UI സോഫ്റ്റ്വെയർ അപ്ഡേഷൻ റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട് സാംസങ്. അപ്പോൾ ഈ ഫോണുകൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തു. സെക്യൂരിറ്റി അപ്ഡേഷൻ ആയിരുന്നു M32 M31 ആ ഒരു ഫോണായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയിൽ ലൈൻ വീണു. സോ OnePlusനും അല്ലെങ്കിൽ വിവോനും മാത്രമൊന്നുമല്ല ഈ ഒരു പ്രശ്നം വരുന്നത്, ബാക്കി എല്ലാ ഫോണുകൾക്കും ഇത് വരുന്നുണ്ട്. ഇപ്പൊ സാംസങ്ങിൽ ഞാനത് വിറ്റ്നസ് ആയിരുന്നു. സാംസങ് സർവീസ് സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. പഴയ ഫോൺ ആയതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് അവർ ഒഴിവാക്കി വിടുക ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഡിസ്പ്ലേയുടെ ലൈൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിവോയുടെ ഫോണുകളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണുകൾക്ക് ഡിസ്പ്ലേയിൽ ഇതുപോലുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ലോക്കലി പുറമേന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ ഒക്കെ മാറുന്നതിന് മുന്നായിട്ട് വിവോയുടെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ബില്ല് കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ വെക്കുക, നിർബന്ധമില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുക. റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ അവരുടെ അടുത്തൊന്ന് ഡിമാൻഡ് ചെയ്യുക, കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ഡിമാൻഡ് ചെയ്യുക. അവർ മാറ്റിത്തരും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാരണം 4 കൊല്ലം മുന്നേ ഇറങ്ങിയ ഫോണാണ് X50. അതിൻ്റെ ഡിസ്പ്ലേ പോയിട്ട് അവർ ഫ്രീ ആയിട്ട് മാറി കൊടുത്തു എൻ്റെ ഒരു ഫ്രണ്ടിന്. അതേപോലെ തന്നെ X70 സീരീസിൻ്റെയും ഡിസ്പ്ലേ പോയിട്ട് അവർ മാറി കൊടുത്തു. സോ പുതിയ ഫോണുകൾക്കല്ല, പഴയ ഫോണുകൾക്കും മാറ്റി കൊടുക്കുന്നുണ്ട്. അവരതൊരു OnePlus പോലെ അതൊരു നോട്ടീസാക്കി അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആക്കി പുറത്ത് വിട്ടിട്ടില്ല എന്ന് മാത്രം. സോ വിവോ ഫോണുകൾ തീർച്ചയായിട്ടും അവരുടെ സർവീസ് സെന്ററിൽ കാണിച്ചതിന് ശേഷം മാത്രം ഡിസ്പ്ലേ ഇഷ്യൂസ് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നത്തിങ് ഫോൺ 1 ആൻഡ്രോയിഡ് 14 ബേസ്ഡ് സോഫ്റ്റ്വെയർ അപ്ഡേഷന്റെ ബീറ്റ വെർഷൻ വന്നിട്ടുണ്ട്. സോ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. എൻ്റെ റെക്കമെൻഡേഷൻ ആയിരിക്കും. ആവശ്യമില്ലാത്ത പണിക്ക് നോക്കണ്ട. അതൊക്കെ അതിനുവേണ്ടി മെനക്കെട്ട് നിൽക്കുന്ന ആൾക്കാർ ചെയ്യട്ടെ. നമ്മൾ വെറുതെ ഇല്ലാത്ത പൈസ കൊടുത്ത് വാങ്ങിയ ഫോണിന്റെ വെറുതെ ബോർഡ് അടിച്ച് കളയാനും ഡിസ്പ്ലേ കളയാനൊന്നും നിൽക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഒരേ ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് പല ആൻഡ്രോയിഡ് ഡിവൈസുകൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോർ യൂസ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവർ ചോദിക്കും ഏത് ഡിവൈസിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത്. അതേപോലെ തന്നെ ഇനി മുതൽ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ 38.8 ആ ഒരു വേർഷനിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനും റിമോട്ട്ലി നമുക്ക് മറ്റ് ഡിവൈസിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. സോ താല്പര്യമുള്ളവർക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റെഡ്മി K70 എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ മാസമാണ് ചൈനയിൽ ലോഞ്ച് ചെയ്തത്. ഈ മാസം തുടക്കത്തിലാണെന്ന് തോന്നുന്നു. ചെറിയൊരു ടൈം പീരീഡ് കൊണ്ട് തന്നെ ഏകദേശം 1 മില്യൺ യൂണിറ്റുകളാണ് ഈ ഒരു ഫോൺ വിറ്റുപോയത് എന്നാണ് ഷവോമി അവകാശപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ട് റെഡ്മി K70 ലംബോർഗിനി എഡിഷൻ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് അതിന്റെ ഒരു ഡിസൈൻ. എനിക്ക് പേഴ്സണലി ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു ലിമിറ്റഡ് എഡിഷൻ ആണെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു ലുക്ക് എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഡിസൈനൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇന്ത്യക്കാർക്ക് ഇത് കിട്ടാനായിട്ടുള്ള സാധ്യത ഒട്ടുമില്ല. പിന്നെ ചൈനയിൽ നിന്നൊക്കെ ആരെ കൊണ്ടെങ്കിലും കൊണ്ടുവരിക്കേണ്ടതായിട്ട് വരും. ടെക്നോ സ്പാർക്ക് 20 Pro Plus, എന്ത് പേരല്ലേ. അങ്ങനെ ഒരു ഫോൺ കൂടി ജനുവരിയിൽ ഇന്ത്യ അടക്കമുള്ള എല്ലാ മാർക്കറ്റിലും വരുന്നുണ്ട്. ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 12,000 രൂപയ്ക്ക് താഴെയുള്ള മറ്റൊരു ചൈന ഫോൺ അല്ലെങ്കിൽ ഒരു ടെക്നോ ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. 120 ഹെർട്സിന്റെ കർവ്ഡ് AMOLED ഡിസ്പ്ലേ, 108 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, ഹീലിയോ G99 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സർ, ഒരു ബേസിക് മോഡൽ സെറ്റപ്പ്. മോട്ടോ G24 2024 എന്ന് പറയുന്ന ഫോണിന്റെ ലീക്ക്ഡ് റെൻഡർ ഇമേജ് ആണ് ഈ കാണുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ മോട്ടോ G 2023 ഒരു സക്സസർ ആയിട്ടാണ് മോട്ടോറോള ഇതിനെ കാണുന്നത്. എനിവേ, ഇതാണ് ആ ഒരു ഫോട്ടോ, അത്രേ ഉള്ളൂ. ലാവ സ്റ്റോം 5G എന്ന് പറയുന്ന പുതിയൊരു ഫോൺ ലാവയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് അതിന്റെ സ്പെസിഫിക്കേഷൻസ്. അപ്പൊ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നോക്കാം. സാംസങ് ഹെൽത്ത് ആപ്പിൽ മെഡിക്കേഷൻ ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടെ വന്നിട്ടുണ്ട്. അതായത് മരുന്ന് കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മറന്നുപോകുമല്ലോ നമ്മൾ, അതൊക്കെ ഓർമ്മിപ്പിക്കാനായിട്ടും അത് ട്രാക്ക് ചെയ്യാനായിട്ടും അതിന്റെ റിമൈൻഡർ കാര്യങ്ങളെല്ലാം തരാനായിട്ടുള്ള പുതിയൊരു ഫീച്ചർ. നിങ്ങൾ സാംസങ്ങിന്റെ വാച്ച് കൂടെ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഈക്കോസിസ്റ്റം പ്രോപ്പറായിട്ട് നടക്കും എന്നുള്ളതാണ് ന്യൂസുകളൊക്കെ പറയുന്നത്.
പറയുന്നത് എൻ്റെ കയ്യിൽ സാംസങ്ങിൻ്റെ വാച്ച് ഇല്ല, അതുകൊണ്ട് എനിക്കത് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. LG അൾട്രാ ഗിയർ LED മോണിറ്റർ, അങ്ങനെ ആ ഒരു വേരിയന്റിൽ 2 മോണിറ്ററുകൾ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് അതിൻ്റെ ലീക്ക്ഡ് ഇമേജ്. 4Kയും ഫുൾ HD 240 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, 480 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, അങ്ങനെ പല വേരിയന്റിലാണ് വരുന്നത്. ഇനി എന്തായാലും പ്രൈസ് 50,000, 60,000, 70,000 അതിന് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇത്തരത്തിലുള്ള നല്ല മോണിറ്റർ നോക്കിയിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ LGയുടെ സൈഡിൽ നിന്ന് നല്ല കിടിലൻ 2 മോണിറ്റർ വരുന്നുണ്ട്. നൂബിയ റെഡ് മാജിക് 9 Pro എന്ന് പറയുന്ന ഫോൺ ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഗ്ലോബൽ റിലീസ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം $649 ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇത് വിൽക്കുന്നത്. ഇന്ത്യയിലേക്ക് ആ ഒരു ബ്രാൻഡിന്റെ ഫോണുകൾ വരാറില്ല. ഇനി ഇതിന്റെ ഒരു ഡിസൈനൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. ബോക്സി ഡിസൈൻ ആണ്. ഈ കാണുന്ന രീതിക്കാണ് ഇതിന്റെ ഡിസൈൻ വന്നത്. ഇത്തരത്തിലുള്ള ഫോണുകളൊക്കെ ഇന്ത്യയിലോട്ട് കൂടെ വരാത്തത് കുറച്ച് കഷ്ടം തന്നെയാണ്. എനിവേ, അത്രമാത്രം. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഇത്രയും ന്യൂസുകളെ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് വീക്കെൻഡ് ആശംസിക്കുന്നു. സിനിമകളൊക്കെ പോയി കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.